ഹലോ ഗൈസ്, ഇന്നൊരു നല്ലൊരു ദിവസമായിരുന്നു. എനിക്കൊരു 500 സബ്സ്ക്രൈബേഴ്സ് എന്നൊരു ബെഞ്ച് മാർക്കിലേക്ക് എത്താൻ പറ്റി. ഞാനൊരു 2020 തൊട്ട് വീഡിയോ ഇടുന്ന ഒരാളാണ്. പക്ഷേ ബ്രേക്ക് ചെയ്ത് അങ്ങനെ കണ്ടൻസ് അങ്ങനെ വളരായിട്ടൊന്നും എനിക്കിങ്ങനെ സംസാരിക്കാനൊന്നും ഇല്ലാതൊക്കെ ആയപ്പോൾ ആ സാഹചര്യത്തിലൊക്കെ ഇടയ്ക്ക് വെച്ചൊക്കെ ബ്രേക്കായി പോയൊരു വീഡിയോ ക്രിയേറ്ററാണ് ഞാൻ. പക്ഷേ കുറേ പേര് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കും വീഡിയോ ഇടണമെന്നൊക്കെ. പിന്നെ അങ്ങ് മടി സ്വാഭാവികം. അങ്ങനെ ഇരുന്ന ഒരാളാണ്. അങ്ങനെ ഈ ഒരു അടുത്താണ് യാശപ്പൻ എന്നോട് പറയുന്നത്, നമുക്ക് ചാനൽ തുടങ്ങണം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ വേണം, നമുക്ക് ലൈക്ക് ഷെയറും ഇതൊക്കെ കിട്ടണമെന്നൊക്കെ പറയും. അവൻ എപ്പോൾ പറയുമ്പോഴും അവൻ അതാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവനാണ് വീണ്ടും ആ സ്പാർക്ക് എന്നിലിങ്ങനെ തന്നത്, ഇനിയും വീഡിയോ ചെയ്യണം എന്നൊക്കെ. ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇവൻ ജനിച്ചിട്ട് ഞങ്ങൾ പോയി കാണുകയും എക്സ്പ്ലോർ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിക്കുമെങ്കിലും നടക്കാറില്ല. ഇത് വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെ, എഡിറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെ, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. എന്നാലും ഞാൻ കുറേ കൂടെ ഇങ്ങനെ എഫേർട്ട് ഇടുന്ന പോലെ തോന്നിയിട്ട് എനിക്കത് വേണ്ട, എന്തിനാ അങ്ങനെ എന്നൊക്കെ ചിന്തയിലാണ് അത് ഡ്രോപ്പ് ചെയ്തത്. പക്ഷേ ഇവൻ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ട് എന്നെ ഇങ്ങനെ അപ്രോച്ച് ചെയ്ത്, അമ്മ അത് ചെയ്യണം, ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു സ്പാർക്ക്, വീണ്ടും ചെയ്താൽ കൊള്ളാണ്. അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പം വീണ്ടും വ്ലോഗ്. പിന്നെ ഓൾമോസ്റ്റ് ഒരു 450 സബ്സ്ക്രൈബേഴ്സ് ഇപ്പം ജൂൺ മാസത്തിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഞാനൊരു 3 വീഡിയോസ് ആയിട്ടത്. ഇപ്പം അതെ 3 വീഡിയോസ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എനിക്കൊരു ഇന്ന് ജൂലൈ 11 500 സബ്സ്ക്രൈബേഴ്സായി. ഒരുപാട് സന്തോഷം തോന്നുന്നു. ഒരു ബെഞ്ച് മാർക്കല്ലേ, ഒരു 500 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ 500 പേര് നമ്മളെ കാണാനും കേൾക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ തുടങ്ങുന്നു എന്ന് പറയുന്നതും അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ ഈ ചാനൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. ഇതൊരു ഡോക്യുമെൻറ്റേഷനാണ്. അവൻ പിന്നീട് എടുത്ത് വെച്ച് നോക്കുമ്പോൾ അവൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ അവന് റിവൈൻഡ് ചെയ്യാൻ പറ്റും. എനിക്ക് ഓർക്കാൻ പറ്റുമല്ലോ, ഞാനിവനെ ഇതിനൊക്കെ കൊണ്ടുപോയി, ഇതൊക്കെ വാങ്ങി അല്ലെങ്കിൽ കഴിച്ചു എന്നൊക്കെയുള്ളൊരു ഓർമ്മകൾ. ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഒരുപാട് ഫുഡ് സ്പോട്ടുകൾ കാണാനും പോയി എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വീഡിയോയിൽ എങ്ങനെ ഇരിക്കും, മുഖം ശരിയായോ, ചുണ്ട് ശരിയായോ, സംസാരം ശരിയാണോ, ഇഷ്ടപ്പെടുവോ, ക്രിട്ടിസൈസ് ചെയ്യപ്പെടുവോ എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ കാരണം വേണ്ടാന്ന് വെച്ചിട്ടുള്ള വീഡിയോസ് പലതും ഉണ്ട്. പിന്നെ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ദിസ് ഈസ് എ ഡോക്യുമെൻറ്റേഷൻ ഓഫ് മൈ ലൈഫ്. എനിക്കിഷ്ടമുള്ളവരെ, എന്നെ കാണാൻ ആഗ്രഹമുള്ളവരും എൻ്റെ വീട്ടുകാരെ ഇഷ്ടമുള്ളവരും ഒക്കെ കാണാൻ പോകുന്നൊരു വ്ലോഗാണ്. ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ചെറിയ വിശേഷങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം, പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം. യാശപ്പിനെ എന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം. ഓക്കെ.